ഹായ് ഹലോ അസ്സാം വലൈക്കും. നമുക്കിന്ന് തട്ടുകടയിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഗ്രീൻ പീസ് ഉണ്ടാക്കിയാലോ? ഞാനൊരു 2-3 മണിക്കൂർ മുന്നേ ഗ്രീൻ പീസൊക്കെ കഴുകി വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. മൊത്തം ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഞാനൊരു 3 വിസിലടുപ്പിച്ച് തീ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടുപ്പിച്ച് അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട്, പാനല്ല ചീനച്ചട്ടി, അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഒരു സവാളയും കുറച്ച് പച്ചമുളകും, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. കൂടുതൽ മസാല വേണ്ടവർക്ക് കുറച്ച് കൂടി ഇടാം കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വളരെ കുറച്ചാണ് ഇടൽ. എരിവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷെ എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി നല്ല വാടി വന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ആ ഉള്ളീൻ്റെ മസാലയിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആ 3 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 അല്ല കേട്ടോ, ഞാനൊരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് ഇതിലില്ല. ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ തികയുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കുറച്ച് കൂടുതലുണ്ടായിന്. അപ്പോൾ ഗ്രീൻ പീസും മുട്ടയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലോണം മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ എരിവിന് ആവശ്യമുള്ള കുരുമുളകും കൂടിയും ഇട്ടെടുക്കുക. ഇതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രീൻ പീസൊക്കെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് വിളമ്പുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളി, കുറച്ച് മല്ലിയിലയും മുകളിലിട്ട് കൊടുക്കുക. ഇതിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലിട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാട്ടോ ഈ ഉള്ളി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടലുണ്ട്. എന്തായാലും ഗ്രീൻ പീസ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയണം. ഞാൻ എന്തായാലും കുറച്ചെടുത്ത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി എന്തായാലും എൻ്റെ കൂടെ മക്കൾ നിൽക്കുന്നുണ്ട്, മോക്കും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ആൾ വേഗം എടുത്ത് കഴിച്ചു, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. മോക്കും എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.